ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് കൊമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് രണ്ടാമത്തെ ചാപ്റ്ററിൽ ബിസിനസ് മോഡൽസ് ഓഫ് കൊമേഴ്സ് എന്നുള്ള രണ്ടാമത്തെ നമ്മളുടെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസുകൾ. അപ്പോൾ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ്. എന്താണ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഇൻ്റർനെറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് നെറ്റ്വർക്ക്. അതായത് നമ്മളിന്ന് നിലവിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റാണ്. ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചത് വിൻഡൻ സെർഫ് എന്നുള്ളൊരു വ്യക്തിയാണ്. ഇൻ്റർനെറ്റ് ഈസ് ദ നെറ്റ്വർക്ക് ഓഫ് മോർ പ്രിസൈസ്ലി ഇൻ്റർ നെറ്റ്വർക്ക് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് കണക്റ്റിംഗ് നെറ്റ്വർക്ക് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൾ ഓവർ ദ വേൾഡ് ദാറ്റ് ക്യാൻ ഷെയർ മെസ്സേജസ് ആൻഡ് ഇൻഫർമേഷൻ വിത്ത് വൺ അനദർ. അതായത് ലോകത്തുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്റ്റിംഗ് ചെയ്തിട്ടുള്ള ഹൺഡ്രഡ്സ് ഓഫ് നെറ്റ്വർക്കുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് ഈസ് ദ നെറ്റ്വർക്ക് ഓഫ് മോർ പ്രിസൈസ്ലി ഇൻ്റർ നെറ്റ്വർക്ക് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് കണക്റ്റിംഗ് നെറ്റ്വർക്ക്. നൂറുകണക്കിന് നെറ്റ്വർക്കുകളുടെ കണക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഇൻ്റർ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. വിച്ച് കവേഴ്സ് ആൾ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൾ ഓവർ ദ വേൾഡ്. ലോകം മുഴുവനുള്ള കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹൺഡ്രഡ്സ് ഓഫ് ഇൻ്റർ നെറ്റ്വർക്കുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിലൂടെ എന്താ ചെയ്യുന്നത്? ദാറ്റ് ക്യാൻ ഷെയർ മെസ്സേജസ് ആൻഡ് ഇൻഫർമേഷൻ വിത്ത് അനദർ. അതായത് ഇവ തമ്മിൽ പരസ്പരം ഇൻഫർമേഷൻസും മെസ്സേജുകളും കൈമാറ്റം ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇൻ്റർനെറ്റ് ഈസ് എ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു ഗ്ലോബൽ നെറ്റ്വർക്കിനെയാണ് ഇൻ്റർനെറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടേം എന്തായിരുന്നു? ഇൻ്റർനെറ്റാണ്. ഇൻ്റർനെറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് നെറ്റ്വർക്ക്. വേൾഡ് ലാർജസ്റ്റ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ നെറ്റ്വർക്ക് ഓഫ് മോർ പ്രിസൈസ്ലി ഇൻ്റർ നെറ്റ്വർക്ക് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് കണക്റ്റിംഗ് നെറ്റ്വർക്ക്. നൂറുകണക്കിന് നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർ നെറ്റ്വർക്കാണ്. ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൾ ഓവർ ദ വേൾഡ്. ലോകം മുഴുവനുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടറുകൾ കൊണ്ട് മെയ്ഡപ്പ് ചെയ്തിട്ടുള്ള നൂറുകണക്കിന് നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ഇൻ്റർ നെറ്റ്വർക്കിനെ നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയർ മെസ്സേജസ് ആൻഡ് ഇൻഫർമേഷൻ വിത്ത് വൺ അനദർ. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻസും മെസ്സേജുകളും ഷെയർ ചെയ്യുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇൻഫർമേഷൻസും മെസ്സേജും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ ക്രിയേറ്റ് ചെയ്ത് കൂടെ തന്നെ ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടറുകൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇൻ്റർനെറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇൻ്റർനെറ്റ് ഈസ് എ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു ഗ്ലോബൽ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻട്രാനെറ്റ്. എന്താണ് ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ നോക്കാം. ആൻ ഇൻട്രാനെറ്റ് ഈസ് ആൻ ഇൻറ്റേർണൽ സെക്യൂർഡ് ബിസിനസ് എൻവയോൺമെൻറ്റ് വിച്ച് യൂസസ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആൻഡ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ഓർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾസ് ലൈക്ക് ദ ഇൻ്റർനെറ്റ് ബട്ട് ഓപ്പറേറ്റ്സ് ഓൺ എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടു കൂടെ ഓപ്പറേറ്റ് ചെയ്യുകയും ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻറ്റേർണൽ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇൻട്രാനെറ്റ് ഈസ് ആൻ ഇൻറ്റേർണൽ നെറ്റ്വർക്ക്. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻറ്റേർണൽ നെറ്റ്വർക്കാണ്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ മാത്രം പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈലി സെക്യൂർഡ് ബിസിനസ് എൻവയോൺമെൻ്റ് ആണ്. ഇവിടെ കൂടുതൽ ബിസിനസ് സെക്യൂർഡ് ആണ്. ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആൻഡ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ പോലെയുള്ള ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. സോ ഇൻട്രാനെറ്റ് ഈസ് ആൻ ഇൻറ്റേർണൽ സെക്യൂർഡ് ബിസിനസ് എൻവയോൺമെൻറ്റ് വിച്ച് യൂസസ് HTML TCP ആൻഡ് IP പ്രോട്ടോക്കോൾസ് ലൈക്ക് ദ ഇൻ്റർനെറ്റ് ബട്ട് ഓപ്പറേറ്റ്സ് ഓൺ എ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആൻഡ് ഇൻട്രാനെറ്റ് ഈസ് എ പ്രൈവറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് യൂസസ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾസ്. ഇൻ്റർനെറ്റിൻ്റെ പ്രോട്ടോക്കോളുകൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ടു ഇൻസെക്യൂർലി ഷെയർ പാർട്ട് ഓഫ് ഓർഗനൈസേഷൻസ് ഇൻഫർമേഷൻ ഓർ ഓപ്പറേഷൻ വിത്ത് ഇറ്റ്സ് എംപ്ലോയീസ്. ഒരു ഓർഗനൈസേഷന് അതിൻ്റെ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ അതിൻ്റെ മെസ്സേജുകളോ അതിൻ്റെ എംപ്ലോയിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നത്. സോ an intranet is an internal secured business environment which uses hypertext markup language and transmission control protocols like the internet but operates on a local area network. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൈവറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇതൊരു പ്രൈവറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്.
ദാറ്റ് യൂസസ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾസ്. ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. ഇതിലൂടെ ഒരു ഓർഗനൈസേഷന് അതിൻ്റെ എംപ്ലോയീസുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസ് അതിൻ്റെ എംപ്ലോയീസുമായിട്ടോ അല്ലെങ്കിൽ മെസ്സേജുകൾ അതിൻ്റെ എംപ്ലോയീസുമായിട്ടോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെറ്റ്വർക്ക് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. സോ എൻ ഇൻട്രാനെറ്റ് ഈസ് എ പ്രൈവറ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് യൂസസ് Internet protocols and network connectivity to insecurely share part of organization's information or operation with its employees. നെക്സ്റ്റ് പറയുന്നതാണ് എക്സ്ട്രാനെറ്റ്. എന്താണ് എക്സ്ട്രാനെറ്റ് എന്ന് നോക്കാം. എക്സ്ട്രാനെറ്റ് ഈസ് എ ബിസിനസ് ടു ബിസിനസ് ഇൻട്രാനെറ്റ് ദാറ്റ് അലൗസ് ലിമിറ്റഡ് കൺട്രോൾഡ് സെക്യൂർ ആക്സസ് ബിറ്റ്വീൻ എ കമ്പനീസ് ഇൻ്റർനെറ്റ് ആൻഡ് ഓതറൈസ്ഡ് യൂസേഴ്സ് ഫ്രം റിമോട്ട് ലൊക്കേഷൻസ്. അതായത് എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ടു ബിസിനസ് ഇൻട്രാനെറ്റിനെയാണ് നമ്മൾ എക്സ്ട്രാനെറ്റ് എന്ന് പറയുക. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഓഫ് ഓർഗനൈസേഷൻസ് വിത്ത് ഇറ്റ്സ് എംപ്ലോയീസ്. ഓർഗനൈസേഷൻ അതിൻ്റെ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് എ ബിസിനസ് ടു ബിസിനസ് ഇൻട്രാനെറ്റ്. ഒരു ബിസിനസ് ടു ബിസിനസ് ഇൻട്രാനെറ്റിനെയാണ് നമ്മൾ എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ദാറ്റ് അലൗസ് ലിമിറ്റഡ് കൺട്രോൾഡ് സെക്യൂർ ആക്സസ് ബിറ്റ്വീൻ കമ്പനീസ് ഇൻ്റർനെറ്റ് ആൻഡ് ഓതറൈസ്ഡ് യൂസേഴ്സ് ഫ്രം റിമോട്ട് ലൊക്കേഷൻസ്. കമ്പനിയുടെ ഇൻ്റർനെറ്റും ഓതറൈസ്ഡ് യൂസേഴ്സും തമ്മിൽ റിമോട്ട് ലൊക്കേഷനിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻട്രാനെറ്റ് ടെക്നോളജിയാണ് നമ്മൾ എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ്സും മറ്റൊരു ബിസിനസ്സും തമ്മിൽ ഇൻട്രാനെറ്റ് ടെക്നോളജി ഉപയോഗിച്ച് ലിമിറ്റഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഓതറൈസ്ഡ് യൂസേഴ്സുമായിട്ട് റിമോട്ട് ലൊക്കേഷനിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് എക്സ്ട്രാനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ ബിസിനസ് ടു ബിസിനസ് ഇൻട്രാനെറ്റ്. ആ വേർഡാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. The information stored on the web of one organization can be shared by other organization if they are in good terms. രണ്ട് ഓർഗനൈസേഷനുകൾ തമ്മിൽ നല്ല രീതിയിലാണ് പ്രവർത്തനം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ മറ്റൊരു ഓർഗനൈസേഷന് ഷെയർ ചെയ്യാം. ഇറ്റ് ഈസ് ആൾസോ എ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇതും ഒരു ഓർഗനൈസേഷൻ്റെ പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. അപ്പോൾ എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ട്രാനെറ്റ് ഈസ് എ ബിസിനസ് ടു ബിസിനസ് ഇൻട്രാനെറ്റ് ദാറ്റ് അലൗസ് ലിമിറ്റഡ് കൺട്രോൾഡ് സെക്യൂർ ആക്സസ് ബിറ്റ്വീൻ എ കമ്പനീസ് ഇൻ്റർനെറ്റ് ആൻഡ് ഓതറൈസ്ഡ് യൂസേഴ്സ് ഫ്രം റിമോട്ട് ലൊക്കേഷൻസ്. കമ്പനിയുടെ ഇൻ്റർനെറ്റുമായിട്ട് അതിൻ്റെ ഓതറൈസ്ഡ് യൂസേഴ്സിന് റിമോട്ട് ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ മെസ്സേജുകൾ കൈമാറ്റം ചെയ്യാനോ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് യൂട്ടിലൈസ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കഴിയുന്ന ഒരു ബിസിനസ് ടു ബിസിനസ് ഇൻട്രാനെറ്റ് ഫെസിലിറ്റിയാണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആൾസോ എ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഓഫ് എൻ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് പറയുന്ന ഒരു ടേമാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. എന്താണ് വേൾഡ് വൈഡ് വെബ് എന്ന് നോക്കാം. വേൾഡ് വൈഡ് വെബ് ഈസ് എ ഗ്ലോബൽ വെബ് ഇൻ വിച്ച് മില്യൺസ് ഓഫ് യൂസേഴ്സ് ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഈച്ച് അതർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. മില്യൺസ് ഓഫ് യൂസേഴ്സിന് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് ഗ്ലോബൽ വെബ് അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പീപ്പിൾ അറൗണ്ട് ദ വേൾഡ് ആൻഡ് ഇറ്റ് വുഡ് ഈസിലി ലിങ്ക് ടു അതർ പീസസ് ഓഫ് ഇൻഫർമേഷൻ. അതായത് ലോകം മുഴുവനുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതോടൊപ്പം തന്നെ ഇറ്റ് വുഡ് ഈസിലി ലിങ്ക് ടു അതർ പീസസ് ഓഫ് ഇൻഫർമേഷൻ സോ ദാറ്റ് ഓൺലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ വുഡ് ക്വിക്ക്ലി ഫൗണ്ട് ബൈ എ യൂസർ. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ യൂസർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. സോ ഇറ്റ് ഈസ് എൻ ഇൻ്റർനെറ്റ് ബേസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് that allows users on one computer to access information stored on another through the world wide network. വേൾഡ് വൈഡ് നെറ്റ്വർക്കിൽ കൂടെ ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരേ സമയം വ്യൂ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോ ഇറ്റ് ഈസ് എൻ ഇൻ്റർനെറ്റ് ബേസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അപ്പോൾ WWW എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ ദാറ്റ് അലൗസ് യൂസേഴ്സ് ഓൺ വൺ കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനും അതിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻസ് കൈമാറ്റം ചെയ്യാനും ഈ വേൾഡ് വൈഡ് നെറ്റ്വർക്കിൽ കൂടെ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് മില്യൺസ് ഓഫ് യൂസേഴ്സ് ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഈച്ച് അതർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടെ മില്യൺസ് ഓഫ് ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. പീപ്പിൾ അറൗണ്ട് ദ വേൾഡ് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നൊരു ടേമാണ് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ വോയിപ്പ് എന്ന് പറയും. വോയിപ്പ് ഈസ് സിംപ്ലി ദ ട്രാൻസ്മിഷൻ ഓഫ് വോയിസ് ട്രാഫിക് ഓവർ IP നെറ്റ്വർക്ക്. അതായത് ഒരു വ്യക്തിയുടെ വോയിസ് ട്രാഫിക് ഇൻ്റർനെറ്റ് പ്രോട്ടോകോളിൽ കൂടെ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് വോയിപ്പ് എന്ന് പറയുന്നത്. ദ IP വാസ് ഒറിജിനലി ഫോർ ഡേറ്റ നെറ്റ്വർക്കിംഗ്. IP എന്നുള്ള പ്രധാനമായിട്ടും ഡേറ്റ നെറ്റ്വർക്കിങ്ങിനാണ്. പക്ഷേ വോയിപ്പ് ഈസ് എ ടെക്നോളജി ദാറ്റ് അലൗസ് ടു മേക്ക് വോയിസ് കോൾസ്
യൂസിങ് എ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് എ റെഗുലർ ഫോൺ ലൈൻ. ഒരു റെഗുലർ ഫോൺ ലൈനിന് പകരമായിട്ട് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്ഷനിൽ കൂടെ വോയിസ് കോളുകൾ അലൗ ചെയ്യുന്ന ടെക്നോളജിയാണ് നമ്മൾ വോയിപ്പ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ വോയിപ്പ് ഈസ് സിംപ്ലി ദ ട്രാൻസ്മിഷൻ ഓഫ് വോയിസ് ട്രാഫിക് ഓവർ IP നെറ്റ്വർക്ക്. വോയിസ് ട്രാഫിക് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിൽ കൂടെ ട്രാൻസ്മിഷൻ ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റമാണ് വോയിപ്പ് എന്ന് പറയുന്നത്. ദ IP വാസ് ഒറിജിനലി ഫോർ ഡാറ്റ നെറ്റ്വർക്കിംഗ്. IP എന്നുള്ളത് പ്രധാനമായിട്ടും ഡാറ്റ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണ്. VoIP is a technology that allows to make voice calls using a broadband internet connection instead of a regular phone line. ഒരു റെഗുലർ ഫോൺ ലൈനിന് പകരമായിട്ട് ഒരു ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്ഷനിൽ കൂടെ രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം വോയിസുകൾ കൈമാറ്റം ചെയ്യാനുള്ള ഒരു ടെക്നോളജിയാണ് വോയിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഒഡാസിറ്റി. എന്താണ് ഒഡാസിറ്റി എന്ന് നോക്കാം. ഒഡാസിറ്റി ഈസ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഡിജിറ്റൽ ഓഡിയോ എഡിറ്റർ and recording application software available for Windows, MacOS, Linux and other Unix-like operating systems. അതായത് ഒഡാസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രീ ആയതും ഓപ്പൺ സോഴ്സുമായിട്ടുള്ള ഓഡിയോ എഡിറ്റർ സിസ്റ്റമാണത്. ഇറ്റ് ഈസ് എ റെക്കോർഡിംഗ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് നമ്മളെ ഓഡിയോസ് റെക്കോർഡിംഗ് ചെയ്യാനുള്ള ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ വിൻഡോസ്, മാക്കോസ്, ലിനക്സ് ആൻഡ് അതർ യുണിക്സ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആയിട്ടുള്ള ലിനക്സ്, മാക്കോസ്, വിൻഡോസ്, യുണിക്സ് ഇതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഡിജിറ്റൽ ഓഡിയോ എഡിറ്ററിനെയാണ് നമ്മൾ ഒഡാസിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് നെറ്റ്വർക്ക് കണക്റ്റിംഗ് ടുഗദറിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ പ്രൈവറ്റ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ആ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് തമ്മിൽ പരസ്പരം എംപ്ലോയീസും ഓർഗനൈസേഷനും തമ്മിൽ പരസ്പരം ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും മെസ്സേജുകൾ കൈമാറ്റം ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള നെറ്റ്വർക്ക് സിസ്റ്റമാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് സിസ്റ്റമാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എക്സ്ട്രാനെറ്റ് ആയിരുന്നു. എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബിസിനസ് ടു ബിസിനസ് ഇൻട്രാനെറ്റ്. ഒരു ബിസിനസ്സും മറ്റൊരു ബിസിനസ്സും തമ്മിലുള്ള ഇൻട്രാനെറ്റ് സിസ്റ്റമാണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെ വെച്ചാൽ ബിസിനസ് ടു ബിസിനസ് ഇൻട്രാനെറ്റിൽ കൂടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഇറ്റ് ഈസ് എ ബിസിനസ് ടു ബിസിനസ് ഇൻട്രാനെറ്റ് ഇൻ വിച്ച് ഇൻഫർമേഷൻസ് ആർ ഷെയർഡ് ഫ്രം വൺ കമ്പനി ടു അനദർ കമ്പനി. ഒരു കമ്പനിയും മറ്റൊരു കമ്പനിയും തമ്മിൽ പ്രൈവറ്റ് നെറ്റ്വർക്കായിട്ടുള്ള ഇൻട്രാനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇനി വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വെബാണ്. മില്യൺസ് ഓഫ് പീപ്പിൾസിനെ കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഗ്ലോബൽ ആയിട്ടുള്ള വെബ് സിസ്റ്റമാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വോയിപ്പ് അല്ലെങ്കിൽ വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു. വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ IP ബേസ്ഡ് സിസ്റ്റമാണ്. ഇവിടെ ഇൻ്റർനെറ്റിൽ കൂടെ വോയിസ് കോളുകൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഒഡാസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഡിജിറ്റൽ ഓഡിയോ എഡിറ്ററാണ്. ആൻഡ് ഇറ്റ് ഈസ് എ റെക്കോർഡിംഗ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അവൈലബിൾ ഫോർ വിൻഡോസ്, മാക്കോസ് ആൻഡ് ലിനക്സ് ആൻഡ് അതർ യുണിക്സ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.